ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇത് നമ്മൾ നിൽക്കുന്ന എവിടെയാണ്? വാക്കിംഗ് ട്രേസ് എന്ന് പറയുന്ന ഒരു അഡ്വഞ്ചർ പാർക്കിലാണ്. പാർക്ക് കം നമ്മുടെ എന്താണ് ബോട്ടിങ്, കയാക്കിങ് ഇതെല്ലാം ഉള്ള സ്ഥലമാണ്. പരവൂരാണ് സ്ഥലം കേട്ടോ. ഇവിടെയാണ് എൻ്റെ ബ്രദർ വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ മാനേജറാണ്. അന്ന് അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം ആയിട്ട് അവിടെ പോകുന്നത്. അപ്പോൾ പറയാണ്ടങ്ങ് ചെന്നു ഞങ്ങൾ. ഒരു കല്യാണത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നല്ലോ, അതിന് ശേഷം നേരെ പോയത് ഇങ്ങോട്ടാണ്. അപ്പോൾ ഇവിടെ ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഫംഗ്ഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് വേണ്ടിയിട്ട് ഒരു ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വള്ളത്തിലുള്ളതുകൊണ്ട്, കയാക്കിങ്ങിനുണ്ട്, നമ്മുടെ സ്പീഡ് ബോട്ട്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇപ്പം തൽക്കാലം അവിടെ ഫുഡ് ഐറ്റംസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇതിപ്പോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ ഈ ഐറ്റംസ് മാത്രമേ ഇപ്പോൾ സ്റ്റാർട്ട് ആയിട്ടുള്ളൂ. പക്ഷേ ഫുഡ് ഐറ്റംസ് ഒക്കെ ഇനി ഉടൻ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഒരു റിസോർട്ട് പരവൂർ ഏരിയയിൽ ഇങ്ങനെ ഒരു സ്ഥലം ഉള്ളത് ഞങ്ങളിപ്പോൾ ആദ്യമായിട്ട് കാണുന്നത് കേട്ടോ. നമ്മുടെ സ്വന്തം നാട്ടിൽ കിടന്നിട്ട് നമ്മൾ ഇത്രയും മനോഹരമായ സ്ഥലം ഉണ്ടെന്നുള്ള അറിയുന്നില്ലല്ലോ. അപ്പം ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവളെ എൻ്റെ കൂടെ പോസ്റ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞാൻ അവരുടെ ഈ ഒരു ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാണ്. ഞാൻ ഇതുവരെ ഇവിടെ വന്നിട്ടില്ല, ഫസ്റ്റ് ടൈം വരികയാണ്. വന്നിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ഞാൻ. അപ്പോൾ അത് നോക്കും വെള്ളത്തിലൊക്കെ പോകുന്നത്. അത് ഇവിടുത്തെ മാത്രമല്ല കേട്ടോ, കുറേ റിസോർട്ടുകളുണ്ട്. അപ്പോൾ അവരുടെ എല്ലാവരുടെയും വള്ളം ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്, കയാക്കിങ് ഇതുവഴിയാണ് പാസ് ചെയ്ത് പോകുന്നത്. അങ്ങനെ എല്ലാവരുടെയും ഒരു ഇത് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. ഫുള്ളൊരു കയാക്കിങ്ങിൻ്റെ മയം തന്നെയായിരിക്കും കേട്ടോ. അപ്പം ഞാൻ അവിടെ ഒരു വെള്ളം നിർത്തിയിട്ടുണ്ടായിരുന്നിട്ട്, വലിയ വെള്ളം അത് കെട്ടിയിട്ടത്. അപ്പം ഞാൻ അതിനകത്ത് ജസ്റ്റ് കയറി നിന്ന് വീഡിയോ എടുത്തു തുടങ്ങി. അപ്പോൾ അവിടെ എന്തോ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് ഞാൻ കാണാൻ. എന്താണെന്ന് ചെയ്യും ഓർമ്മയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ ഇതാണ് ഇവരുടെ കയാക്കിംഗ്. അതിന് ഗൈഡ് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കും. വളരെ റേറ്റ് വളരെ കമ്പാരിറ്റീവ് കുറവാണ് കേട്ടോ. ഞങ്ങൾ നോക്കുമ്പോൾ ഇവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട്. അതുകൊണ്ടായിരിക്കും ഇവിടെ എന്തായാലും പൊതുവേ റേറ്റ് കുറവുണ്ട് കേട്ടോ. എല്ലാവർക്കും നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറി വേണമെങ്കിൽ തരാം. അതിനിടയ്ക്ക് ഞാൻ ഒരു സംഭവം കാണിച്ചെടുത്തു. ആ പോണ ആളുടെ തല കണ്ടോ? അത് നമ്മളൊരു പട്ടിയാണ് കേട്ടോ. ചേട്ടൻ പറയും എന്ന് ഇവിടെ നിന്ന് വന്നിട്ട് അക്കരെ പോയി ഇതോ അവരുടെ മക്കൾ കണ്ടോ, ആ മക്കളെ കൂടെ കയറി ഇവിടെ വന്ന് ഫുഡ് കഴിച്ചിട്ട് നീന്തി അങ്ങ് പോകും കേട്ടോ. ഒരു പ്രശ്നമില്ല. ഇനി കുറച്ച് കഴിയുമ്പോൾ അവൾ തിരിച്ചു വരും കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇത്ര ദൂരെയാണ്, ഞാൻ അത്രയും സുഖം ചെയ്ത് എടുത്തയാൾ ഇത്രയും കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഒറ്റയ്ക്ക് പോകുന്നവർക്ക് ഒറ്റയ്ക്ക് പോവാം, രണ്ടുപേർ ചേർന്ന് പോകും, അങ്ങനെ പോവാം. പക്ഷേ നിങ്ങളുടെ ഗൈഡ് കൂടെ തന്നെ ഉണ്ടായിരിക്കും. സേഫാണ്, ഒരു പ്രശ്നവുമില്ല. അപ്പോൾ ഇതിപ്പം ഒറ്റയ്ക്ക് ഒരു പയ്യൻ പോകുന്നുണ്ട്. അപ്പോൾ എനിക്കിത് നേരത്തെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വേറെ ദിവസം ഇതിനായിട്ട് പോകുന്നതായിരിക്കും. ഇന്നിപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ നിന്ന് കയറാൻ വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഈ ചേച്ചിയൊക്കെ നേരത്തെയൊക്കെ വന്ന് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. പോകണമെന്ന് പറയാൻ കേട്ടോ. നല്ല പ്രാക്ടീസ് ചെയ്ത ശേഷം പോകുന്നത്. പിന്നെ നമുക്ക് കയക്കിങ് കയറുന്നതിന് മുന്നേ തന്നെ അവർ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഈ ചേട്ടൻ അവിടെ നിന്ന് നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യുന്നുണ്ട്. പുറത്തുനിന്നുള്ള ആൾക്കാരാണ് കേട്ടോ ഇവിടെ കൂടുതൽ വന്നേക്കുന്നത്. തമിഴൊക്കെ സംസാരിക്കുന്ന ആൾക്കാരൊക്കെ കേട്ടപ്പോൾ അത് പുറത്തുള്ള ആൾക്കാരാണ്. ഞങ്ങൾ ഇവിടെ ഉള്ളവർക്ക് ഒരു വിലയില്ല. തമിഴ്നാട്ടിലുള്ള വണ്ടികളാണ് കൂടുതൽ കിടന്നത് അവിടെ. അപ്പോൾ അവർ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത ശേഷമാണ് കയറ്റുന്നത്. പിന്നെ ഗൈഡും കൂടെ ഉണ്ടായിരിക്കും കേട്ടോ. കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഈ സൈഡിൽ കൊടുത്തേക്കാം. കോൺടാക്ട് ചെയ്താൽ മതി. അവിടുത്തെ മാനേജറുടെ നമ്പറാണ്. എൻ്റെ ചേട്ടനാണ്. എൻ്റെ പേര് പറഞ്ഞാൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും കേട്ടോ ഗൈസ്. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ട് മാനേജറെ ഇതുവരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റിയില്ല കേട്ടോ. അപ്പം നമ്മുടെ കയാക്കിങ് ബോട്ടുകളിടയ്ക്ക് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കയാക്കിങ്ങിൽ ഇറങ്ങിയ ചേച്ചി ചേട്ടനെയൊക്കെ ഒന്ന് തട്ടാൻ ചാൻസ് വന്നിട്ട് അപ്പോഴത്തെ നമ്മുടെ ഗീഡ് ഓടിപ്പോയി രക്ഷപ്പെടുത്തി റെഡിയാക്കി എടുക്കുകയാണ്. അതാണ് അവിടെ ഒരു ചെറിയ റഷ് വന്നത്. അപ്പോൾ അവിടെ നിന്ന് വേറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്. വേറെ റിസോർട്ടിലേക്ക് ആൾക്കാർ വള്ളത്തിൽ വരുന്നുണ്ട്, കയാക്കിങ്ങിൽ വരുന്നുണ്ട്. നല്ല രസമായിട്ട് അവിടുത്തെ കാഴ്ച. ഒരു ഈവനിങ് സമയത്തൊക്കെ പോയി നിന്ന് കാണാനും നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലമാണ്. കൂടുതൽ ഡീറ്റെയിൽസിന് ഞാൻ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ വിളിച്ചന്വേഷിക്കുക കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് കയാക്കും കാര്യങ്ങളൊക്കെ വരുന്നത് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ നിങ്ങൾ എല്ലാവരും കണ്ടില്ലേ, നല്ലൊരു ആംബിയൻസ് അല്ലേ. നമുക്ക് വൈകുന്നേരം സൺസെറ്റ് കാണാനും ഒക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. അപ്പം പല പല സ്ഥലത്തു നിന്നുള്ള മറ്റേ കയാക്കിങ് വരുന്നുണ്ട് കേട്ടോ. അങ്ങ് ദൂരയിൽ നിന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഞാൻ സൂം ചെയ്ത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി എടുത്തത്. ഇതിനകത്ത് മീൻ വളർത്തുന്നുണ്ട് കേട്ടോ. മീനൊന്നും ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവിടെ ഇവിടെ നെറ്റ് കെട്ടിക്കുന്ന എല്ലാം മീനിൻ്റെയാണ് കേട്ടോ. ഒരു സൈഡ് മൊത്തം കണ്ടൽക്കാടും, ഒരു സൈഡ് അപ്പുറം വശത്ത് എന്തൊക്കെയോ അഡ്വഞ്ചർ സ്ഥലങ്ങളുണ്ട്. അത് വേറെ ആൾക്കാരുടെ ആണെന്ന് തോന്നുന്നു. അപ്പം ഇവിടുത്തെ ഡീറ്റെയിൽസ് അപ്പം നമ്മുടെ മാനേജർ ആയതാണ് എൻ്റെ സ്വന്തം സഹോദരൻ. ഇപ്പോഴാണ് നമ്മൾ കണ്ടു കിട്ടിയത്. ഒരു 5 മിനിറ്റ് പോലും തികച്ച് കാണാൻ കിട്ടുക. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു നമ്മൾ ചെന്ന ദിവസം. നമ്മൾ പറയാതെ കൂടി ചെന്നതല്ലേ. അപ്പോൾ മറ്റേ പോയ ആൾ കണ്ട് തിരിച്ചു വിടുന്ന അവൾ പോയി കൊച്ചുങ്ങളടുത്ത് തിരിച്ചു വിടും. ചേട്ടൻ പറയും ഒരു 10-13 പ്രാവശ്യം ഒരു ദിവസം വരുന്നു. ഇവിടുന്ന് ഫുഡ് കഴിക്കും, നേരെ നീന്തി പോകും. അത് അവൾക്കൊരു എൻ്റർടൈൻമെൻറ്റ്. എല്ലാവരും കയാക്കിങ് ചെയ്യല്ലേ, അവൾ നോർമലി കിടന്ന് നീന്തി പോകുന്നുണ്ട് കേട്ടോ. അത് കൊള്ളാൻ കേട്ട കാഴ്ച. അപ്പോൾ അമ്മയെ വന്ന് അമ്മയോട് നിൽപ്പുണ്ടായിരുന്നു. മോൻ ഇപ്പോഴാണ് കണ്ടത് കേട്ടോ. അപ്പോൾ അവൻ തിരക്ക് പിടിച്ചൊരു മാനേജറായിപ്പോയി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഫോട്ടോയും വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്യാവശ്യം വെട്ടമുള്ള സമയത്ത് രാഹുലേട്ടും നീതും ഭയങ്കര അഭിനയം കേട്ടോ. ക്യാമറമാൻ നിഷാദിനോടൊപ്പം രാഹുലും നീതും കൂടെ ഞാൻ വീഡിയോ എടുക്കുന്നത് ഇവർ അറിഞ്ഞില്ല കേട്ടോ. അപ്പോൾ പോസ്റ്റ് ചെയ്യുമ്പോഴേ അറിയുള്ളൂ ഇവരെ വീഡിയോ എടുത്തുള്ളത് കേട്ടോ. ഇവരറിഞ്ഞില്ല ഇവരെ വീഡിയോ എടുത്തത്. സിനിമയിലേക്ക് അഭിനയിക്കാൻ വിളിക്കുമെന്ന് രണ്ടിനെയും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് നമ്മൾ എവിടെയാണെന്ന് അറിയാമോ? കരിയിലക്കല്ല്.
അത് നമ്മുടെ സ്വന്തം സജീവന്റെ തന്നെയാണ്. അവരുടെ പേര് മാംഗ്രോവ് അഡ്വെഞ്ചർ എന്നാണ്. അതും പരവൂർ തന്നെയാണ്. ഇവർ രണ്ടുപേരുടെ സ്ഥലങ്ങൾ തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. ജാനൂസിന് ഭയങ്കര ഇഷ്ടമുണ്ട് ഈ കാറ്, സജീവന്റെ കാറ്. അപ്പോൾ അവ അതിന്റെ മുമ്പ് ജസ്റ്റ് വീഡിയോ എടുത്തിട്ട് പോയി. അപ്പോൾ ഇവരിന് മുന്നേ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. നൈറ്റ് ആയതുകൊണ്ട് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. സ്ഥലം ഞാൻ എവിടെയാണെന്ന് പറയത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ സ്ഥലമാണ് ഈ സ്ഥലം. കരിയിലക്കല്ല്. ഇവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും. പിന്നെ കുട്ടികൾക്ക് പാർക്കുണ്ട്. അത് കഴിഞ്ഞിട്ട് അഡ്വഞ്ചേഴ്സ് ഉണ്ട്, പിന്നെ നമ്മുടെ കയാക്കിംഗ് ഉണ്ട്, ഹൗസ് ബോട്ടിംഗ് ഉണ്ട്, എല്ലാം. ഇതാണ് നമ്മുടെ ഓണറുടെ നമ്പർ ഞാൻ മേളിൽ കൊടുത്തേക്കാം. വേണ്ടത് എല്ലാവരും വിളിച്ച് അന്വേഷിച്ച് സംസാരിച്ച് ക്ലിയർ ആക്കി പോകുമ്പോൾ ഒരു കാര്യം മറക്കരുത്, ആര്യയുടെ വീഡിയോ കണ്ടിട്ട് വരുന്നതാണ് പ്രത്യേകം പറയണം. അപ്പം നിങ്ങൾക്ക് ഡിസ്കൗണ്ട് തരും കേട്ടോ. അത് ഞാൻ ചുമ്മാ പറഞ്ഞ ഡിസ്കൗണ്ടൊക്കെ സജീവം തരും കേട്ടോ, ചെന്നാൽ മതി. അപ്പം അവിടെ ഒരു സ്ഥലം കെട്ടിയിട്ടിട്ടുണ്ടെന്ന് വെച്ചാൽ അവിടെ നമ്മുടെ മാനേജറാണ് പാട്ട് പാടുന്നുള്ള സത്യം നമ്മൾ അപ്പോഴാണ് സജീവനം പറഞ്ഞപ്പോൾ നമ്മൾ അറിയുന്നത് കേട്ടോ. ഇനി കുറച്ച് ആൾക്കാർ ഒരു പാട്ടോടെ നിർത്തിയിട്ടുണ്ട്, അവർ വന്നിട്ടില്ല. അതിന് മുന്നേ മാനേജർ 2 പാട്ടൊക്കെ പാടുന്നുണ്ട്. മാനേജർ സൂപ്പറായിട്ട് പാടുന്നുണ്ട് കേട്ടോ. അത് ഞാൻ ഇതിനകത്ത് വീഡിയോ ഉൾപ്പെടുത്താം. ഞാൻ ഈ സ്ഥലങ്ങളും കാര്യങ്ങളും ജസ്റ്റ് ഓടിച്ച് നിങ്ങൾക്കൊന്ന് കാണിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ കണ്ട് നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. സൺസെറ്റായി വരുന്നതേ ഉള്ളൂ. അപ്പം ഞാനും ആ മാനേജറെ പാട്ടൊന്ന് കേട്ടിട്ട് വരാം കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും വരുന്നുണ്ടോ പാട്ട് കേൾക്കാനായിട്ട്? നിങ്ങളും വായോ. ഇത് ഒന്ന് കാണിച്ചോട്ടെ. ഇത് അവിടെ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് നിങ്ങൾ ഇങ്ങോട്ട് വരുന്ന കാഴ്ചയാണ് കേട്ടോ. അവർ തിരിച്ചവരുടെ സ്പോട്ടിലോട്ട് തിരിച്ച് വരികയാണെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കുറച്ച് ആൾക്കാർ പോകാൻ തയ്യാറായി നിൽപ്പുണ്ട്. പക്ഷേ ഇരുട്ടിക്കഴിഞ്ഞാൽ വിടത്തില്ല കേട്ടോ. കുറച്ച് ഇരുട്ടുന്നതിന് മുന്നേ വിടും. ഇപ്പോൾ ഇവരെയും കൂടെ വിടുന്നു, ലാസ്റ്റാന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ ഏകദേശം ഇന്ന സമയത്ത് സൺസെറ്റ് സൈഡ് കണ്ടു തുടങ്ങി. ഇപ്പോൾ പോയവരെ കണ്ടോ തിരിച്ചു വരുന്നത്. പിന്നെ പിള്ളേരുടെ കാര്യം പറയണ്ടല്ലോ, ഫുള്ള് പാർക്കിൽ തന്നെയായിരുന്നു കേട്ടോ. പിള്ളേർക്ക് ഒരു ദിവസത്തെ എൻ്റർടൈൻമെൻറ്റ്. തുമ്മിയും ധ്യാനസും പിന്നെ തറയല്ല, കാരണം അന്ന് വന്നപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഒന്നിനും പറ്റിയില്ല അവർക്ക്. അതുകൊണ്ടാണ് ഡേ ആയിട്ട് കൊണ്ട് കളഞ്ഞിട്ട് പോയി കിടന്ന് കളിക്ക്. സ്കൂൾ തുറക്കാറായ വയ്യാതാവണി നമുക്ക് നമ്മൾ മാനേജറെ മാറ്റി. അപ്പോൾ നിങ്ങളെല്ലാവരും കേട്ടില്ലേ, ഇതാണ് നമ്മുടെ മാനേജർ കേട്ടോ. പുള്ളിക്കാരൻ്റെ മാനേജർ നല്ല പാടുന്നുണ്ട് കേട്ടോ, സൂപ്പർ. ഞാൻ കുറേ നേരം ഇവിടെ എടുത്തു, ഷോർട്സ് ഞാൻ ഇടാം കേട്ടോ. വീഡിയോയ്ക്ക് എനിക്ക് കുറച്ചല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പാർക്കിൽ പിള്ളേർക്ക് മാത്രമല്ല, എനിക്ക് ഊഞ്ഞാലാടാൻ തോന്നി, ഞാൻ ഊഞ്ഞാലാടിയിട്ട്. വലിയവർക്കുള്ള ഊഞ്ഞാലുണ്ട്. ഇവിടെ പിന്നെ എന്ത് കഥയാണെന്ന് പറയുന്നത്. പാർക്കിൽ വന്നാൽ എവിടെ പോയാലും കറങ്ങാൻ തീരാത്ത കഥയാണ് അമ്മയ്ക്കും ഇവർക്കും. ഇപ്പോൾ പിള്ളേർ രണ്ടുകൂടെ ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ പെട്ടെന്ന് ഫോട്ടോ ഒക്കെ മാറ്റിയിട്ട് ഹായ് എന്നൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു മുളക്കൂട്ടത്തിൻ്റെ അടിയിൽ നിന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ സ്ഥലം. ഇവൻ്റെ ഈ അവസ്ഥ ഉണ്ട്, ഇതാണ് ഇവൻ്റെ അവസ്ഥ. ഇവൻ ഭയങ്കര വിയർപ്പാണ് കേസ്. ഇപ്പോൾ ഇത്രയും കുറേ കളിച്ച ശേഷം മതിയാക്കി പിടിച്ചിരുത്തിയാണ് ഇനി കളിക്കേണ്ടതെന്ന് പറഞ്ഞ് ഇരുത്തിയിരിക്കുകയാണ്. കാരണം ഇനിയും കളിച്ച് കഴിഞ്ഞാൽ ഞാനിതിന് നാളെ കൊണ്ട് ഹോസ്പിറ്റലിൽ കയറേണ്ടി വരും. അപ്പോൾ നമ്മൾ മുളങ്കൂട്ടിൻ്റെ അടിയിൽ നിന്നിട്ട് ഞാൻ ധ്യാനസ്കൂടെ ഒരു വീഡിയോ എടുക്കുകയാണ്. ഇനി അടുത്ത് നമ്മുടെ ഇഷ്ടപ്പെട്ട സെക്ഷനിലോട്ട് നമ്മൾ പോവുകയാണ്. ഫുഡ്. ഇവിടുത്തെ ഫുഡ് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇവിടുത്തെ കള്ളെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല മധുരക്കള്ളാണ് കേട്ടോ. ഇവിടെ നിന്ന് തന്നെ തെങ്ങിൽ ചെത്തിയെടുക്കുന്ന കള്ള്. അപ്പം നിമ്മി ചേച്ചിയൊക്കെ ആയിട്ട് നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇവിടെ വരുന്നത് കേട്ടോ. നമ്മുടെ ഫാമിലിയുള്ള എല്ലാവരും കൂടെ, അമ്മ ഫാമിലിയുള്ള കഴിഞ്ഞ് വന്നത് നമ്മൾ അച്ഛൻ ഫാമിലിയുള്ളതാണ് കേട്ടോ. അങ്ങനൊരു തലക്കറി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് സൂപ്പറാണ്. പിന്നെ നമ്മളെ മെയിൻ മീൻ പൊള്ളിച്ചത്. അന്ന് കഴിച്ച മീൻ ഇല്ലായിരുന്നു കേസ്, എന്നാലും കുഴപ്പമില്ല, നല്ല സാധനമായിരുന്നു കേട്ടോ. അപ്പോൾ അതെല്ലാം നല്ല സെറ്റായിട്ട് അടിച്ച് വയർ വീത്ത് നമുക്ക് അവസാനം അനങ്ങാൻ വയ്യ കേസ്. അപ്പോൾ എല്ലാവരും പ്ലേറ്റ് ഒഴിഞ്ഞോണ്ടോ. ഇതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങുമ്പോൾ ഏകദേശം ഒരു 8 മണി കാവറായപ്പോൾ ചേട്ടൻ വന്നിട്ടാണ്. അപ്പോൾ അവനും വന്ന് അവൻ്റെ ഫുഡും കഴിച്ച ശേഷം ഞങ്ങൾ ഇറങ്ങാൻ പോകും. അപ്പോൾ അവിടെ തന്നെ നമുക്ക് പാടാം, ഡാൻസ് കളിക്കാം, എല്ലാം ഓപ്പണാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം പോയി അവിടെയും കുറേ നേരം ഡാൻസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെയുള്ളൂ. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. ടാറ്റാ ബൈ ബൈ, ഗുഡ് നൈറ്റ്.